ഉരുൾപൊട്ടൽ താറുമാറാക്കിയ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വെള്ളിയാഴ്ചയും സന്ദർശിച്ചു. മുണ്ടക്കൈയിൽ സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ ആശ്വസിപ്പിക്കാനെത്തിയപ്പോൾ എല്ലാം നഷ്ടമായതിന്റെ വേദന സുബൈദയും ഉമ്മ നബീസയും പങ്കുവച്ചു. വീട് നഷ്ടമായി, കൊച്ചുമകൾ ഫിദ ഫാത്തിമയുടെ വിവാഹം നടക്കാതെ പോയി. രാഹുലിനോട് ഇരുവരും പറഞ്ഞു. സങ്കടപ്പെടേണ്ടെന്നും ഫിദയുടെ വിവാഹം നടത്തുമെന്നും വീട് നിർമ്മിച്ചു നൽകാമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആ ഉറപ്പ് ഏറ്റെടുത്തു. സുരക്ഷിതമായ സ്ഥലത്ത് വീട് വെച്ച് നൽകും, കല്യാണവും നടക്കും, ഒന്നും പേടിക്കേണ്ട, വി.ഡി. സതീശൻ ഇരുവരോടും പറഞ്ഞു. രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ അധികൃതരുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. ചൂരൽമലയിലെ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച. ദുരന്തത്തിൽ അവശേഷിച്ചവർക്കായി കോൺഗ്രസ് 100-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്നലെ മുതൽ ഇവിടെയുണ്ട്. ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. ഞങ്ങൾ ഇന്നലെ ദുരന്ത പ്രദേശത്ത് പോയിരുന്നു. ക്യാമ്പുകളിൽ പോയി അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് അധികൃതരുമായി ചർച്ച നടത്തി. നാശനഷ്ടങ്ങളെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചും അവർ വിവരിച്ചു. സാധ്യമായ സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 100-ലധികം വീടുകൾ കോൺഗ്രസ് ഇവിടെ നിർമ്മിച്ചു നൽകും. കോൺഗ്രസ് കുടുംബം അതിന് പ്രതിജ്ഞാബദ്ധമാണ്, രാഹുൽ പറഞ്ഞു. കേരളം ഇത്ര വലിയൊരു ദുരന്തം ഇതിനു മുമ്പ് അഭിമുഖീകരിച്ചിട്ടില്ല. ഡൽഹിയിൽ ദുരന്തം സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ശക്തമായി ഉന്നയിക്കും. മുഖ്യമന്ത്രിയുമായും ഇക്കാര്യം സംസാരിക്കും. പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇവിടത്തേതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എല്ലാവരും കൂടിയുണ്ട്.